ഹായ് എവ്രിവോൺ, നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ നാലാമത്തെ പാർട്ടാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ നമുക്ക് പറയാനുള്ളത് ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടുകളെ നമ്മൾ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഓരോ വിഭാഗമാക്കി തിരിച്ചുകൊണ്ട് നമ്മൾ ഓരോ ഗ്രൂപ്പുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അത് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടുകളെ മെയിനായിട്ട് രണ്ടെണ്ണമായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് അസൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ്. അസൈക്ലിക് കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ എന്താ പേര്, ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ് എന്നോ അല്ലെങ്കിൽ അലിഫാറ്റിക് കോമ്പൗണ്ട്സോ എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഇതൊക്കെയാണ് അസൈക്ലിക് അല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ, അതല്ലെങ്കിൽ അലിഫാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് നമുക്ക് വിളിക്കാം. മറ്റൊന്നെന്ന് പറയുന്നത് എന്താണ്, സൈക്ലിക് ആണ്. ഇവർ സൈക്ലിക് അല്ല, അസൈക്ലിക് ആണ്. ഇവർ സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ്, അതല്ലെങ്കിൽ ക്ലോസ്ഡ് ചെയിൻ എന്ന് വിളിക്കാം. അതുമല്ലെങ്കിൽ നമുക്ക് റിംഗ് കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് മെയിൻ ഡിവിഷൻ എന്നുണ്ടെങ്കിലും അതിൻ്റെ സബ് ഡിവിഷൻസ് വേറെ വരുന്നുണ്ട്. നമുക്ക് ആദ്യം അസൈക്ലിക് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. അസൈക്ലിക് കോമ്പൗണ്ടുകളിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ, മറ്റൊന്ന് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകൾ. ഇത് രണ്ടും എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാം. ഓക്കെ, അപ്പം ഈ സാച്ചുറേറ്റഡ് കൂട്ടത്തിൽ പെടുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അതേതാണ്, ആൽക്കെയിൻ വിഭാഗത്തിൽ പെടുന്ന ഓർഗാനിക് കോമ്പൗണ്ട്സ് മാത്രമാണ് ഇതിലുള്ളത്. ഏതാണ്, സാച്ചുറേറ്റഡിൽ ആൽക്കെയിൻ മാത്രമാണുള്ളത്. മറ്റൊന്ന് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകളാണ്. അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകളിൽ നമുക്കുള്ളത് രണ്ട് പേരുണ്ട്. ഒന്ന് ആൽക്കീൻസ് ആണ്, മറ്റൊന്ന് ആൽക്കൈൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആൽക്കീൻ ആൽക്കൈൻ വിഭാഗത്തിൽ പെടുന്ന ആളുകൾ ഏതാണ് വിഭാഗം, ഏതിൽ പെടുന്ന ആൾക്കാരാണ്, അൺസാച്ചുറേറ്റഡ് പെടുന്ന ആൾക്കാരാണ്. സാച്ചുറേറ്റഡിൽ ആൽക്കീൻ. അപ്പോൾ ഇതോടുകൂടെ നമുക്ക് എന്ത് കഴിഞ്ഞു, അസൈക്ലിക് അല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകളുടെ ക്ലാസിഫിക്കേഷൻ കഴിഞ്ഞു. ഇനിയുള്ളത് സൈക്ലിക് കോമ്പൗണ്ട്സ് ആണ്. സൈക്ലിക് കോമ്പൗണ്ട്സിനെ പറ്റിയധികം നമുക്ക് പറയാനുള്ളത്. സൈക്ലിക് കോമ്പൗണ്ടുകളുടെ കേസിൽ അവർ പറഞ്ഞു, ഒന്നുകിൽ ക്ലോസ്ഡ് ചെയിൻ ആയിരിക്കാം പേര് വിളിക്കാം നമുക്കതല്ലെങ്കിൽ റിംഗ് കോമ്പൗണ്ടുകൾ എന്ന് പേര് വിളിക്കാം. ഈ സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹോമോസൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ്, മറ്റൊന്ന് ഹെറ്ററോസൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ്. ഓക്കെ, ഈ ഹോമോസൈക്ലിക് അല്ലെങ്കിൽ മറ്റൊരു പേരെന്താണ്, കാർബോസൈക്ലിക് ആണ്. ഹോമോസൈക്ലിക് എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളതും ഹെറ്ററോസൈക്ലിക് എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളതും നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഇനി ഈ ഹോമോസൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്ത് രണ്ടെണ്ണമാക്കിയിട്ടുണ്ട്. ഒന്ന് അലിസൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ്, മറ്റൊന്ന് ആരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളാണ്. അലിസൈക്ലിക് കോമ്പൗണ്ടുകൾ എന്ത് എന്നുള്ളതും ആരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ആരോമാറ്റിക് നമുക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്ന ചാപ്റ്റർ എത്തുന്ന സമയത്ത് വ്യക്തമായിട്ട് ആരോമാറ്റിക് കോമ്പൗണ്ട്സിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, ദെൻ അലിസൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ടുകളിൽ അതിലും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടത്തെ പോലെ തന്നെ സാച്ചുറേറ്റഡും അൺസാച്ചുറേറ്റഡും ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതിൽ ഉള്ളത് ഏതാണ്, സൈക്ലോ ആൽക്കീനാണ്. കാരണം ഇത് സൈക്ലിക് കോമ്പൗണ്ടുകളായതുകൊണ്ട് സൈക്ലോ ആൽക്കീനുള്ളത്. ഇവിടെ ഓപ്പൺ ചെയിൻ ആയതുകൊണ്ട് ജസ്റ്റ് അത് ആൽക്കീൻ മാത്രമായിട്ട് മാറി. ഇനി അൺസാച്ചുറേറ്റഡ് ആൾക്കാരുടെ കേസിലോ സൈക്ലോ ആൽക്കീൻ ഉണ്ട്, സൈക്ലോ ആൽക്കൈൻ ഉണ്ട്. ഇവിടെ നമ്മൾ ആൽക്കീനും ആൽക്കൈനും പറഞ്ഞു, ഇവിടെ സൈക്ലിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് സൈക്ലോ ആൽക്കീനും സൈക്ലോ ആൽക്കൈനും നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി ആരോമാറ്റിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സിൽ നമുക്ക് രണ്ട് ഡിവിഷൻ ഉണ്ട്. ഒന്ന് ബെൻസീനോയിഡ് കോമ്പൗണ്ടുകളും മറ്റൊന്ന് നോൺ ബെൻസീനോയിഡ് കോമ്പൗണ്ടുകളും. ഓക്കെ, അപ്പോൾ എന്താണ് ബെൻസീനോയിഡ് ആയിട്ടുള്ള ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് നമുക്ക് നോക്കണം. അതേപോലെ നോൺ ബെൻസീനോയിഡ് ആയിട്ടുള്ള ആരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്താണെന്ന് നമുക്ക് നോക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മൾ അസൈക്ലിക് അല്ലെങ്കിൽ അലിഫാറ്റിക് കോമ്പൗണ്ടുകളുടെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണ്. ആ ഒരു സെക്ഷനാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അസൈക്ലിക് അല്ലെങ്കിൽ അലിഫാറ്റിക് അതല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അവർ സ്ട്രൈറ്റ് അല്ലെങ്കിൽ ബ്രാഞ്ചഡ് ചെയിൻ ഉള്ള ആളുകളാണ്. അവർക്ക് സ്ട്രൈറ്റ് ചെയിൻ ആയിരിക്കും ഉണ്ടാവുക, അതല്ലെങ്കിൽ ബ്രാഞ്ചഡ് ചെയിൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിപ്പോൾ ഇങ്ങനെ നീണ്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, CH3 ഇപ്പോൾ CH2 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 ഇങ്ങനെ പോകുകയാണെങ്കിൽ അതൊരു സ്ട്രൈറ്റ് ചെയിൻ അല്ലേ. അപ്പോൾ ഇതൊരു സ്ട്രൈറ്റ് ചെയിൻ തന്നെയാണ്. ഓക്കെ, അപ്പം ഇതൊരു എക്സാമ്പിളാണ്. ഇയാളുടെ പേരെന്താണ്, ഈഥീൻ എന്നാണ് ഇയാളുടെ പേര്. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. ഇനിയിപ്പം ബ്രാഞ്ചഡ് ചെയിനും വരാം. ഓക്കെ, ഇപ്പോൾ ഇത് ഈ വലിയൊരു മോളിക്യൂള് അല്ലെങ്കിൽ ഇത്ര ലെങ്തി കോമ്പൗണ്ടിൻ്റെ മുകളിൽ ഒരു ബ്രാഞ്ച് വന്നു അല്ലേ. അപ്പോൾ അതേപോലെ
നമുക്ക് ബ്രാഞ്ച്ഡ് കോമ്പൗണ്ടുകളും വരാം, അതേപോലെ സ്ട്രൈറ്റ് ചെയിൻസും വരാം. ഏതിൽ? അസൈക്ലിക് അല്ലെങ്കിൽ അലിഫാറ്റിക് അല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സ്. ഓക്കെ, അസൈക്ലിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൈക്ലിക് അല്ലാത്തത് എന്നല്ലേ. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞത് ഇപ്പോൾ മറ്റൊന്ന് നോക്കുമ്പോൾ CH3COCH3 ഇതൊരു ഫങ്ഷണൽ ഗ്രൂപ്പാണ്, കീറ്റോണിക് ഫങ്ഷൻ നമുക്ക് പഠിക്കും. അതേപോലെ ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് COH അല്ലെങ്കിൽ CHO നമ്മൾ പറയും, ആൽഡിഹൈഡ് ഗ്രൂപ്പാണിത്. ഓക്കെ, നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. എന്തിന് എക്സാമ്പിളാണ്? അസൈക്ലിക് അല്ലെങ്കിൽ അലിഫാറ്റിക് കോമ്പൗണ്ട്സിന് എക്സാമ്പിളാണ്. ഇനി നമുക്ക് പറയാനുള്ളത് അതിൻ്റെ 2 ഡിവിഷൻ നേരത്തെ പറഞ്ഞിരുന്നു. 2 ഡിവിഷൻ ഉണ്ടായിരുന്നു. ഒന്ന് സാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകൾ, മറ്റൊന്ന് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകളാണ്. അത് രണ്ടും എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാം. ഇനി നമ്മൾ തന്നിരിക്കുന്ന കോമ്പൗണ്ടിനകത്ത് കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ, കാർബൺ സിംഗിൾ ബോണ്ടുകൾ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ആ ഒരു കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് ആയിരിക്കും. എന്തായിരിക്കും? സാച്ചുറേറ്റഡ് ആയിരിക്കും. അതിന് എക്സാമ്പിൾ നോക്കിക്കേ. ഇപ്പോൾ CH3 CH2 CH3 ഇവിടെ കാർബൺ ഇടയിൽ സിംഗിൾ ബോണ്ട് മാത്രമല്ലേ ഉള്ളൂ. അതേപോലെ ഇനി ഈ ഒരു കോമ്പൗണ്ട് നോക്കിക്കേ. CH3 സിംഗിൾ ബോണ്ട്, CH സിംഗിൾ ബോണ്ട്, CH3 താഴേക്ക് വേറെ ബ്രാഞ്ച് വന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഉള്ളത് എന്താ? കാർബണിൻ്റെയും ഇടയിലൊക്കെ എന്തെന്നേ ഉള്ളൂ? സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള കോമ്പൗണ്ട് എന്തായിരിക്കും? സാച്ചുറേറ്റഡ് കോമ്പൗണ്ട് ആയിരിക്കും. ഇനി നമ്മൾ നോക്കുക, എന്താണ് അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാർബൺ ഡബിൾ ബോണ്ടും അതേപോലെ തന്നെ ട്രിപ്പിൾ ബോണ്ടും ഉണ്ടാവാം. അതല്ലെങ്കിൽ ചിലപ്പോൾ ഡബിൾ ബോണ്ട് മാത്രമായിട്ടും അല്ലെങ്കിൽ ട്രിപ്പിൾ ബോണ്ട് മാത്രമായിട്ടും ഉണ്ടാവാം. എങ്ങനെയുണ്ടെങ്കിലും മൾട്ടിപ്പിൾ ബോണ്ട്സ് ഉള്ള ആളുകളെ നമ്മൾ എന്ത് വിളിക്കും? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടുകൾ എന്ന് വിളിക്കും. കാര്യം പിടി കിട്ടിയല്ലോ. ഇപ്പോൾ നോക്കിക്കേ നിങ്ങളിതാ CH3 CH ഡബിൾ ബോണ്ട് CH2 ഈ ഒരു കോമ്പൗണ്ട് അതിന് എക്സാമ്പിളാണ്. കാരണം എന്ത് വന്നു? കാർബൺ ഡബിൾ ബോണ്ട് വന്നില്ലേ? അത് ഇനി ഇവിടെ നോക്കിക്കേ. CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3 താഴോട്ട് വന്നു. അപ്പോൾ ഇതിൽ നോക്കിക്കേ ഡബിൾ ബോണ്ട് വന്നു. സോ ഇറ്റ്സ് ബിലോങ്സ് ടു അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട്. ഓക്കെ, ഇനി ഇതാ നോക്കിക്കേ, കാർബൺ ട്രിപ്പിൾ ബോണ്ട് വന്ന കോമ്പൗണ്ടാണ്. ഓക്കെ, അത് സിംപ്ലസ്റ്റ് ആൽക്കൈൻ ആണ്. ഓക്കെ, അപ്പോൾ ഇയാളുടെ പേരെന്താണ്? ഇയാളുടെ പേര് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഈഥൈൻ എന്നാണ് ഇയാളുടെ പേര്. ഇത് ഈഥീൻ അല്ലെങ്കിൽ എത്തിലിൻ എന്ന് പറയുന്നതല്ല, ഡബിൾ ബോണ്ട് അല്ലേ ഉള്ളൂ. നെക്സ്റ്റ് ഇയാളെ നോക്കിക്കാൻ നിങ്ങൾ, ഡബിൾ ബോണ്ടും ഉണ്ട് ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഇപ്പോൾ രണ്ടും വരാം, ചിലപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം വരാം. എന്നിരുന്നാലും ഏതിലാണ് പെടുക? അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ടിലാണ് ഇയാൾ പെടുക. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം നിങ്ങളോട്, ഈ ഒരു കോമ്പൗണ്ട് ഏതിലാണ് പെടുക എന്ന് വെച്ചു. ഈ ഒരു കോമ്പൗണ്ട്, ഇയാളുടെ പേര് നമുക്ക് അസറ്റോൺ എന്നാണ് നമ്മൾ ഇയാളെ വിളിക്കുക കേട്ടോ, അസറ്റോൺ. ഓക്കെ, അപ്പോൾ അസറ്റോൺ എന്ന് പറയുന്ന കോമ്പൗണ്ട് സാച്ചുറേറ്റഡ് ആണോ അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ആണോ എന്ന് ചോദിച്ചു. എന്താ നമ്മൾ പറയാം? നമ്മുടെ ആൻസർ എന്താണ്? ഇയാൾ സാച്ചുറേറ്റഡ് ആണ്. കാരണം എന്താ? കാരണം നമ്മൾ ചോദിച്ചാൽ എന്താ? കാർബൺ സിംഗിൾ ബോണ്ട് ആണല്ലോ ചോദിച്ചത്. കാർബൺ സിംഗിൾ ബോണ്ട് അല്ലേ ഇതിലുള്ളൂ. ഇവിടെ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ടാണുള്ളത്. അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് സാച്ചുറേഷൻ ആണോ അല്ലേ നോക്കാൻ വേണ്ടിയിട്ട് എന്തേ നോക്കേണ്ടതുള്ളൂ? കാർബണുകൾ തമ്മിലുള്ള ബോണ്ട് സിംഗിൾ ആണോ നോക്കിയാൽ മതി. അത് സിംഗിൾ തന്നെയാണ് ഈ മോളിക്യൂളിൽ. പക്ഷേ കാർബൺ ഓക്സിജൻ ഡബിൾ ബോണ്ട് ഉണ്ട്, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലേ? മനസ്സിലായല്ലോ അല്ലേ? അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു അസൈക്ലിക് അല്ലെങ്കിൽ അലിഫാറ്റിക് അതല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ കോമ്പൗണ്ടുകളുടെ ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഇനി ബാക്കി നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം.